നോക്കൂ, ഈ വിഷയത്തിൽ നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, ലഭ്യമായിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് എൻ വിജയൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. കോൺഗ്രസിന് ഈ കാര്യത്തിൽ ഒരു പ്രതിസ്ഥാനമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളുമാണ് ഞാൻ. എന്നെ അത്ഭുതപ്പെടുത്തിയത് എത്ര നിസ്സംഗമായിട്ട് ആണ് കോൺഗ്രസ് പാർട്ടി മരണത്തോട് പ്രതികരിച്ചത് എന്നുള്ളതാണ്. ഈ നിമിഷം വരെ ഒരു സംസ്ഥാന നേതാവ് അദ്ദേഹത്തിൻ്റെ വീട് പോയി സന്ദർശിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല, നമുക്കറിയാമല്ലോ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി, അല്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം 2024 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു ജീവൻ മരണ പോരാട്ടമാണ്. ഒരു തുടർഭരണം കൂടി ഉണ്ടാവുകയാണെങ്കിൽ സംസ്ഥാനത്ത് കോൺഗ്രസോ UDF എന്നൊരു സംവിധാനമോ നിലനിൽക്കുമെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത്തരത്തിലൊരു വലിയ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവാദത്തിൽ എത്ര നിസ്സംഗമായ ഒരു സമീപനമാണ് എടുത്തിരിക്കുന്നത്. അപ്പം എന്തെങ്കിലും ഒരു രാഷ്ട്രീയ സാമൂഹിക ഉത്തരവാദിത്വമുള്ള ഒരു പാർട്ടിക്ക് ചേർന്ന നടപടിയാണോ കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഇന്നത്തെ പ്രതികരണമുണ്ടല്ലോ, എന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു, അത്തരം ഭീഷണിയും കൊണ്ടൊന്നും ഇങ്ങോട്ട് വരണ്ട എന്ന് ഞാൻ പ്രതികരിച്ചു. ഒരു മരണത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവ് നടത്തിയ ഒരു പ്രസ്താവമാണ് നമ്മളിന്ന് കേട്ടത്. അതുമാത്രമല്ലല്ലോ, KPCC അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ എന്താ പറഞ്ഞത്? ആ കുടുംബത്തിന്, ആരുടെ, NM വിജയൻ്റെ കുടുംബത്തിന് ഒരു അന്തവും കുന്തവും ഇല്ല എന്നാണ്. ആരാണ് NM വിജയൻ എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഈ കുറിപ്പിൽ അദ്ദേഹം തന്നെ വ്യക്തതയോടുകൂടി പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അദ്ദേഹം ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ ആരൊക്കെയായിരുന്നു? മുല്ലപ്പള്ളി രാമചന്ദ്രൻ, നിരവധി തവണ MP ആവുകയും കേന്ദ്രമന്ത്രിയാവുകയും ഒടുവിൽ KPCC അധ്യക്ഷനാവുകയും ചെയ്ത മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ സഹപാഠിയാണ് NM വിജയൻ എന്ന് പറയുന്നത്. സുജനപാൽ എന്ന് പറയുന്ന പിൽക്കാലത്ത് നിയമസഭാ സാമാജികനായ സുജനപാൽ MLA സഹപാഠിയാണ് ഈ പറയുന്ന NM വിജയൻ എന്ന് പറയുന്നത്. അങ്ങനെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഈ വലിയ നേതാക്കളോടൊപ്പം തോൾ ചേർന്ന് പ്രവർത്തിച്ച് സംഘടനയിലേക്ക് വന്നിട്ടുള്ള ഒരാളാണ് NM വിജയൻ. കഴിഞ്ഞ 50 വർഷമായിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. 1970 ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്ന് ഡിഗ്രിയും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള NM വിജയൻ അവിടുത്തെ മണ്ഡലം സെക്രട്ടറി ആകുകയാണ്, ബത്തേരി മണ്ഡലം സെക്രട്ടറി ആകുകയാണ്. പിന്നെ അവിടുന്ന് പല പദവികളിലേക്ക് അദ്ദേഹം വരുന്നുണ്ട്, അല്ലേ? പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആവുന്നുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നുണ്ട്, DCC സെക്രട്ടറി ആവുന്നുണ്ട്, ഏറ്റവും ഒടുവിൽ DCC ട്രഷററും ആവുന്നുണ്ട്. ഇതിനിടയിൽ വളരെ വൈകാരികമായി അദ്ദേഹം കുറിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് SI സെലക്ഷൻ കിട്ടുന്നുണ്ട്. SI സെലക്ഷൻ കിട്ടുന്ന സമയത്ത് അന്ന് KK രാമേന്ദ്രൻ മാസ്റ്ററാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാവ്. അന്ന് K കരുണാകരനാണ് ആഭ്യന്തരമന്ത്രി. അദ്ദേഹത്തെ സ്വാധീനിച്ച് SI സെലക്ഷൻ്റെ ലിസ്റ്റിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. എന്താണെന്നറിയാമോ? മണ്ഡലം സെക്രട്ടറി പ്രവർത്തനത്തിൽ തുടരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു വലിയ എന്താ പറയുക തിരിച്ചടി തനിക്ക് ഈ പാർട്ടി ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പോലും ഈ കുറിപ്പിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതുമാത്രവുമല്ലല്ലോ, പിന്നീട് അദ്ദേഹത്തോടുള്ള അനീതി അപ്പോഴും അവസാനിച്ചിട്ടില്ല. പിന്നെ ജിജേഷ് എന്ന് പറയുന്ന ഈ മാനസിക വെല്ലുവിളിയുള്ള കുട്ടിയെ അവിടെ 7 വർഷമായിട്ട് പിന്നെ ദിവസക്കൂലിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് ബത്തേരി സഹകരണ ബാങ്കിൽ. അടുത്ത തവണ ഒരു ഒഴിവ് വരുമ്പോൾ മകന് തന്നെ കൊടുക്കാമെന്ന് ആരാ ഉറപ്പ് കൊടുത്തത്? അന്ന് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള IC ബാലകൃഷ്ണനാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് മുഴുവൻ സമയ പ്രവർത്തകനായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടിക്ക് അവിടെ ഓൾറെഡി ഈ പറയുന്ന 7 വർഷമായിട്ട് 200 രൂപ ദിവസവേതനത്തിൽ ഈ പയ്യൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തെ പോലും അറിയിക്കാതെ വളരെ രഹസ്യമായിട്ട് മറ്റൊരാൾക്ക് അവിടെ നിയമനം കൊടുക്കുന്നത്. അപ്പം പാർട്ടിയിൽ നിന്ന് ആദ്യം സ്വന്തം ജോലി തട്ടിപ്പോയി, രണ്ടാമത് തൻ്റെ മകന് കിട്ടേണ്ട ജോലി തട്ടിപ്പോയി. ഇനി അവസാനം എന്താ വന്നിരിക്കുന്നത്? ഈ നേതാക്കളെല്ലാം കൂടി ചേർന്ന് നടത്തിയ നിയമന തട്ടിപ്പിൻ്റെ മുഴുവൻ ഇടനിലക്കാരനായി ഇയാളെ മാറ്റുകയും അവസാനം അതിൻ്റെ ഉത്തരവാദിയായിട്ട് ഇയാളെ മാറ്റുകയും ചെയ്യുന്നു. ഇതാണ് എനിക്ക് ഈ പറയുന്ന ആത്മഹത്യാക്കുറിപ്പിൽ നിന്ന് ബോധ്യപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനുണ്ടാകുന്ന കടബാധ്യത എത്ര വലുതാണ്, എത്ര ലക്ഷക്കണക്കിന് രൂപയാണ്, ഏതാണ്ട് 1 കോടി രൂപയുടെ കടബാധ്യതയിലേക്ക് NM വിജയൻ എത്തിയെന്നാണ് ഈ കുറിപ്പിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിന്നെ 10 സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ വീടും ജപ്തി ഭീഷണിയിലാണ്. ഇതൊക്കെയാണ് അദ്ദേഹം ആരെ അറിയിക്കുന്നത്? KPCC അധ്യക്ഷനായിട്ടുള്ള സുധാകരനെ അറിയിക്കുന്നത്. സുധാകരനും NM വിജയനുമായിട്ടൊരു ബന്ധമുണ്ട്, അതും ഇദ്ദേഹം എഴുതുന്നുണ്ട്, ഈ കുറിപ്പിനകത്ത് എഴുതുന്നുണ്ട്. എന്താണെന്നറിയാവോ? സംസ്ഥാന മന്ത്രിയായിരിക്കുന്ന സമയത്ത് K സുധാകരൻ വയനാട്ടിൽ വന്നപ്പോൾ വിശ്രമിച്ചതും ഭക്ഷണം കഴിച്ചതും NM വിജയൻ്റെ വീട്ടിലാണ്. അദ്ദേഹം ബത്തേരി പഞ്ചായത്ത് പ്രസിഡന്റാണ്. ആ സമയത്ത് അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാതെ K സുധാകരൻ അങ്ങ് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങ് എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചത് ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ. ഈ DCC ട്രഷറർ എന്ന് പറഞ്ഞൊരു ചെറിയ പോസ്റ്റാണോ? ഒരു ജില്ലാ ട്രഷറർ എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അങ്ങനെ മാനസിക അസ്വാസ്ഥ്യം എന്തെങ്കിലുമുള്ള ആളുകളെ ഇത്തരത്തിലുള്ള പദവികളിൽ കോൺഗ്രസ് പാർട്ടി ഇരുത്തുമോ? അപ്പോൾ അയാളുടെ ജീവിതം വഴിമുട്ടിയ സമയത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു കുറിപ്പാണ്. ആരാണ് അതിൻ്റെ ഉത്തരവാദി? ഈ പറയുന്ന IC ബാലകൃഷ്ണൻ്റെ പേര് അതിനകത്തില്ലേ, അല്ലേ? ND അപ്പച്ചൻ്റെ പേര് ഇതിനകത്തില്ലേ? ഇനി മാത്രമല്ലെന്നേ, ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തെ സമീപിക്കുമ്പോൾ എന്താ K സുധാകരൻ്റെ മറുപടി? അങ്ങനെ ഒരു കത്ത് വന്നിരുന്നു, ഞാൻ വായിച്ചില്ല എന്നാണ്. ഇനി ഇപ്പം മക്കൾ പോയിട്ട് കത്ത് വായിച്ച് ഏൽപ്പിച്ചല്ലോ പ്രതിപക്ഷ നേതാവിന്. അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടി എന്താ? ഇടയ്ക്ക് അവരെന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ച് ആ ഭീഷണിക്കൊന്നും ഞാൻ വഴങ്ങത്തില്ല, നോക്കാം, പരിശോധിക്കാമെന്ന് പറഞ്ഞു. ഈ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് പാർട്ടി പ്രവർത്തകൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യത്തിൽ ആത്മഹത്യക്ക് ശേഷം അവരോട് കാണിക്കേണ്ട ഒരു നീതി ഉണ്ടല്ലോന്നേ, ആ നീതി കാണിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അതിനു മുമ്പ് പ്രശ്നം പരിഹരിക്കാമായിരുന്നല്ലോ. അത്ഭുതകരമായിട്ട് K സുധാകരൻ്റെ ഒരു പ്രസ്താവന ലജ്ജാകരമാണ്. കാരണം എന്താ അറിയാമോ? അദ്ദേഹം പറയുകയാണ്, നേരത്തെ ഇത് അറിയാമായിരുന്നു എന്നുള്ളൊരു തെളിവല്ലേ? IC ബാലകൃഷ്ണൻ വിളിച്ചിട്ട് K സുധാകരൻ പറഞ്ഞാൽ എന്താണെന്നറിയോ?
നിങ്ങളൊക്കെ ഈ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കുഴപ്പമുണ്ടല്ലോ, ഇതെല്ലാവരും കൂടി അങ്ങ് തൂങ്ങും കേട്ടോ എന്ന്. എല്ലാവരും കൂടി തൂങ്ങും. അതുകൊണ്ട് മാന്യമായിട്ട് ഈ പ്രശ്നമൊക്കെ പരിഹരിച്ചോന്ന് ഞാൻ നേരത്തെ IC ബാലകൃഷ്ണനെ വിളിച്ച് മുന്നറിയിപ്പ് നൽകിയെന്ന് പറയുമ്പോൾ ഈ NM വിജയൻ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം വളരെ കൃത്യമായിട്ട് കെ സുധാകരൻ അറിയാം. അന്നൊന്നും ഒരു ഇനിഷ്യേറ്റീവും എടുത്തിട്ടില്ല ഈ പ്രശ്നം പരിഹരിക്കാൻ. അവസാനം ഈ ആത്മഹത്യയും സംഭവിച്ചിരിക്കുന്നു. ആത്മഹത്യ സംഭവിച്ചതിന് ശേഷം അതിനോട് നിരുത്തരവാദപരമായ സമീപനം, നിർവികാരമായ സമീപനം, നിസ്സംഗമായ സമീപനം, അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്നുണ്ടായത്. അത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബത്തെ അപമാനിക്കാനാണ് ശ്രമിക്കുന്നത്. ഇന്നിപ്പോൾ അവരുടെ മക്കൾ എന്താ പറയുന്നത് അറിയോ? കുടുംബ പ്രശ്നത്തിൻ്റെ പേരിലാണ് ഈ ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഒരു IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു MLA, ആ MLAക്കെതിരായിട്ടുള്ള ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത്. ആ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പൊസിഷനിലുള്ള ഒരു വ്യക്തിയാണ്. DCC സെക്രട്ടറി, DCC ട്രഷറർ പദവിയിലിരുന്ന ഒരാളാണ്. അയാൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ആ ആത്മഹത്യക്ക് മുമ്പായിട്ട് അയാൾ എഴുതി വെച്ചിരിക്കുന്ന കുറിപ്പിലാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഈ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വമില്ലേ? ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ സംസ്ഥാന പാർട്ടിക്ക് എന്താ പറയുക, ആ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള ബാധ്യതയില്ലേ? ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, 2026 തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമാക്കിക്കൊണ്ടാണല്ലോ ഈ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് സന്ദേശമാണെന്നേ പൊതുസമൂഹത്തിന് നൽകുന്നത്? ജനങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഈ ആത്മഹത്യാ കുറിപ്പ് എന്ന് പറയുന്ന സാധനം ഇന്നിപ്പോൾ കേരളത്തിലെ എല്ലാ ആളുകളുടെയും കയ്യിലുണ്ട്. വേണമെങ്കിൽ അത് പബ്ലിക് പ്രോപ്പർട്ടിയുമാണ്. അത് എല്ലായിടത്തും അവൈലബിൾ ആണ്, എല്ലാ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രബുദ്ധരായ ജനങ്ങൾ ഇതൊക്കെ ഒന്ന് വായിക്കത്തില്ലേ? മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനപ്പുറത്ത് ഇതെന്താണ് ഇയാൾ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് അന്വേഷിക്കും. ആ അന്വേഷിക്കുമ്പോഴത്തേക്കും ആ വാർത്താക്കുറിപ്പ് ആത്മഹത്യാക്കുറിപ്പിൽ വളരെ കൃത്യമായിട്ട് ഓരോരുത്തരുടെ പേരെഴുതി വെച്ചിരിക്കുന്നു, കൊടുത്ത തുക എഴുതി വെച്ചിരിക്കുന്നു, കൊടുത്ത സന്ദർഭം എഴുതി വെച്ചിരിക്കുന്നു, അനുഭവിച്ച ദുഃഖങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുന്നു. അവസാനം കരച്ചിലിൻ്റെ വക്കോളം എത്തിക്കൊണ്ടല്ലേ പറയുന്നത്, എൻ്റെ മക്കളെയെങ്കിലും രക്ഷിക്കണേ, എനിക്ക് അവരോട് പറയാൻ സാഹചര്യമാണ്, അതുകൊണ്ട് ഞാൻ മരിക്കുകയാണ്. ആ മരണത്തിന് മുമ്പ് എന്താ അദ്ദേഹം ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ മാനസിക വെല്ലുവിളിയുള്ള മകനെ കൂടി വിഷം കൊടുക്കുന്നു. എന്നിട്ട് ആ കൊലപാതകം ഉറപ്പിച്ചിട്ട് അദ്ദേഹവും മരുന്ന് കഴിക്കുന്നു. അങ്ങനെയാണല്ലോ, വിഷം കഴിച്ചിട്ടാണ് മരിക്കുന്നത്. എന്തൊരു ദയനീയമായ ദുരന്തമാണ്. ആ ദയനീയമായ ദുരന്തത്തോട് ഒരു പാർട്ടി, ഈ പറയുന്ന കോൺഗ്രസ് പോലൊരു പാർട്ടി, ഏത് പാർട്ടി ആയിക്കോട്ടെ, പ്രതികരിക്കേണ്ട ഒരു രീതിയാണ്. ആ പാർട്ടിക്ക് വേണ്ടി 1/2 നൂറ്റാണ്ട് കാലം ആയുസ് മുഴുവൻ പ്രവർത്തിച്ചു എന്ന് നമുക്ക് പറയാമല്ലോ, അല്ലേ? മരിക്കുന്ന സമയം വരെ അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെന്ന് മാത്രമല്ല, പാർട്ടിക്ക് ഒരു പ്രതിസന്ധിയും ഉണ്ടായിരുന്നു വിചാരിച്ചിട്ടാണ് ഇത് പബ്ലിക്കായിട്ട് പറയാതിരിക്കുന്നത്, രഹസ്യമായി വെച്ചുകൊണ്ട്. അത്രത്തോളം പ്രതിബദ്ധനായ ഒരു പാർട്ടി പ്രവർത്തകൻ ആത്മഹത്യ ചെയ്യുമ്പോൾ അതിനോട് ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് നേരത്തെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാമായിരുന്നു. ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു മുൻകൈയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ആ മരണാനന്തരം NM വിജയനെ അപമാനിക്കുന്ന ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വം എന്ന കാര്യത്തിലും എനിക്ക് സംശയമില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. ഇനി ഈ വിഷയത്തിൽ എന്താണ് ഇടതുപക്ഷം എടുത്തിരിക്കുന്ന ഒരു നിലപാട്? അക്കാര്യം കൂടി ഒന്ന് നമ്മൾ പരിശോധിക്കണമല്ലോ. ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് റിപ്പോർട്ടർ ടിവിയാണ്. ആദ്യത്തെ വാർത്ത ബ്രേക്ക് ചെയ്യുന്ന റിപ്പോർട്ടർ ടിവിയാണ്. ഞാൻ ആ സമയത്ത് PCR-ലുണ്ട്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് നമ്മളാണ് വിളിച്ചിട്ട് ഓരോ CPM നേതാക്കളെയും വിളിച്ചിട്ട് ഇതിൻ്റെ പ്രതികരണമാരായിരുന്നു. സ്വാഭാവികമാണല്ലോ, IC ബാലകൃഷ്ണ പ്രതികരണമൊക്കെ അന്നെടുത്തിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ ഇന്നലെ ഈ വാർത്ത നമ്മളെ ഈ ആത്മഹത്യാക്കുറിപ്പ് കിട്ടുമ്പോൾ അത് വീണ്ടും നമ്മൾ ബ്രേക്ക് ചെയ്ത് വലിയ രീതിയിൽ ചർച്ചയാക്കുന്നു. അപ്പോൾ നമ്മൾ റഫീഖിനെ വിളിക്കുന്നു. റഫീഖ് ജില്ലാ സെക്രട്ടറിയാണ്. റഫീഖ് പ്രതികരിക്കുന്നു. ഇതിനിടയിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടായത്? IC ബാലകൃഷ്ണനെതിരായിട്ട് ഈ പറയുന്ന ജോലി അഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വാർത്ത പുറത്തുവിടുന്നുണ്ടല്ലോ. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? വയനാട്ടിൽ പിറ്റേ ദിവസം ഒരു പ്രതിഷേധ പ്രകടനം നടന്നു. അവിടെ അവസാനിച്ചെന്നേ, പ്രതിഷേധ പ്രകടനം നടന്നു, അവിടെ അവസാനിച്ചു. അതിനുശേഷം പിന്നെ ഒരു അനക്കവുമില്ല, ആരുടെയും ഒരു അനക്കവുമില്ല. പിന്നെ നമ്മുടെ റിപ്പോർട്ടർമാരും മറ്റു ചാനലുകളിലെ റിപ്പോർട്ടർമാരും ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട IC ബാലകൃഷ്ണൻ്റെ പിന്നാലെ പോകുന്നു. അതിനിടയ്ക്ക് CPM-ൻ്റെ ആളുകൾ വിളിച്ചു ചോദിക്കുന്നു, അപ്പോൾ ഇങ്ങോട്ട് വന്നാൽ ബൈറ്റ് തരാമെന്ന് പറയുന്നു. ഒരു സംസ്ഥാന നേതാവ് ഈ കാര്യത്തിനകത്ത് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ഇന്നാണല്ലോ MV ഗോവിന്ദ മാസ്റ്റർ ഈ വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഈ പ്രശ്നം ഉന്നയിക്കുന്ന സംസ്ഥാന സെക്രട്ടറി അല്ലേ. ഇതിനിടയ്ക്കൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണെന്നറിയോ? ബൈറ്റ് എടുക്കാൻ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ആളുകൾ ചോദിക്കും, അപ്പോൾ പറയും ഈ വിഷയത്തിൽ ഉത്തരവാദിത്വത്തോടുകൂടി ഇടതുപക്ഷം അത് ടേക്കപ്പ് ചെയ്യുന്നതിനകത്ത് എത്ര ഉത്തരവാദിത്വം കാണിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിലേക്ക് എനിക്ക് സംശയമുണ്ട്. നാളെ ഇപ്പോൾ എന്താ ചെയ്യാമോന്ന് അറിയാമോ? വൈകുന്നേരം ഒരു പ്രതിഷേധ പ്രകടനമുണ്ട്. ഏത് നിലവാരത്തിലാണ് സംസ്ഥാനത്തെ ഒരു നിയമസഭാ സാമാജികനെതിരായിട്ട് ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തിട്ട് അതിന് മുമ്പിൽ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ട് പോകുമ്പോൾ ഒരു നിയമസഭാ സാമാജികൻ ഉൾപ്പെട്ടിട്ടിരിക്കുന്ന ഒരു വിഷയത്തെ, അത് പ്രത്യേകിച്ച് പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരാൾ, എന്താണ് ഈ പാർട്ടി ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം? PP ദിവ്യയുടെ പ്രശ്നമാണല്ലോ, നവീൻ ബാബുവിൻ്റെ പ്രശ്നമാണല്ലോ. ഞാൻ ആ മരണത്തെയും ചുരുക്കി കാണുന്നില്ല കേട്ടോ. ആ മരണവും വളരെ പ്രധാനപ്പെട്ട മരണം തന്നെയാണ് നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം അത് വളരെ മനോഹരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് മാധ്യമങ്ങളും വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. PP ദിവ്യയുടെ മരണവും നവീൻ ബാബുവിൻ്റെ മരണം ഈ പറയുന്ന NM വിജയൻ്റെ മരണത്തെക്കാൾ ചെറുതാണെന്നോ വലുതാണെന്നോ ഞാൻ കാണുന്നില്ല. രണ്ടിനും രണ്ടതിൻ്റെതായിട്ടുള്ള പ്രാധാന്യവും ഗ്രാവിറ്റിയും ഉണ്ട്. അതുകൊണ്ട് അന്ന് ദിവ്യയുടെ വിഷയത്തിൽ അത് വളരെ അക്രമോത്സുകമായിട്ട് അഗ്രസീവായിട്ട് മാധ്യമങ്ങൾ ടേക്കപ്പ് ചെയ്തില്ലേ. ഈ വിഷയവും മാധ്യമങ്ങൾ തന്നെയാണ് ഈ നിമിഷവും ടേക്കപ്പ് ചെയ്തിരിക്കുന്നത്. എല്ലാ വാർത്തകളും പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന മാധ്യമങ്ങളാണ്. നിങ്ങളൊരു തണുപ്പൻ സമീപനം എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ പ്രശ്നം അതിശക്തമായിട്ട് ഉന്നയിക്കണം. അതിൻ്റെ ഉത്തരവാദിത്വം CPM-ന് നിർവഹിക്കാനുണ്ടെന്നാൽ പക്ഷക്കാരനാണ് ഞാൻ. ഇപ്പോൾ ആവർത്തിച്ച് വാർത്താ മാധ്യമങ്ങളെ
പിന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗോവിന്ദൻ മാസ്റ്ററോട് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കാര്യത്തിൽ എത്ര ഉത്തരവാദിത്വത്തോട് CPM അല്ലെങ്കിൽ ഇടതുപക്ഷം IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു MLA ഉൾപ്പെട്ട ഒരു ആത്മഹത്യാ പ്രശ്നത്തിനകത്ത് എത്ര ഉത്തരവാദിത്വത്തോടെ അവരും പെരുമാറിയിട്ടുണ്ട്. ഇത് മാധ്യമങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. എല്ലാ ദിവസവും ഇരുന്നിട്ട് ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, ഇതിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് ചെയ്യാവുന്ന ദൂരം വരെ മാധ്യമങ്ങൾ പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യാനും എടുത്തിട്ടുണ്ട്. ഇന്നലെ വേണമെങ്കിൽ ചർച്ച ചെയ്യുമായിരുന്നു നമ്മൾ ഈ വിഷയം. മറ്റൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അത് ചർച്ച ചെയ്യാൻ കഴിയായിരുന്നത്. അതുകൊണ്ട് മാധ്യമങ്ങളുടെ തലയിലേക്ക് നിങ്ങൾ വെക്കേണ്ട, ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നമ്മളായിരിക്കും. ഇപ്പോൾ അരുൺകുമാറിൻ്റെ ചർച്ചയിലാണ് KRFക്ക് വന്നിരുന്ന് സംസാരിച്ചത്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കാര്യത്തിൽ ഒരു ഇന്നലെ DYFIക്കാർ ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയിട്ടുണ്ട് കേട്ടോ, IC ബാലകൃഷ്ണൻ്റെ ഓഫീസിനടുത്തേക്ക്. ഈ വിഷയം ഈ രീതിയിലാണോ ഇടതുപക്ഷം കൈകാര്യം ചെയ്യേണ്ടത്, CPM കൈകാര്യം ചെയ്യേണ്ടത്? അത് മാധ്യമങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. മാധ്യമങ്ങളുടെ തലയിൽ വെച്ചിട്ടത് പിന്നെ എന്താ പറയുക, നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല, നിങ്ങളത് ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനും ശ്രമിക്കേണ്ട. ഏതായാലും ഈ കാര്യത്തിൽ കോൺഗ്രസ് പ്രതിയാണ് എന്ന കാര്യത്തിലൊരു സംശയമില്ല. കോൺഗ്രസ് നേതൃത്വം ഈ മരണത്തോട് കാണിച്ചിരിക്കുന്നത് തികഞ്ഞ എന്താ പറയുക നിസ്സംഗമായ മനോഭാവമാണ്. ആ കുടുംബത്തെ അപമാനിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന സന്ദേശത്തെക്കുറിച്ച് പൊതുസമൂഹം ഒരു വിലയിരുത്തൽ നടത്തുകയും അത് നിങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന കാര്യത്തിലും എനിക്കൊരു സംശയമില്ല. ഈ കാര്യത്തിൽ കോൺഗ്രസ് പ്രതിയാണ്. അതാണ് എൻ്റെ നിലപാട്. Meet the editors.